അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് 2 നേന്ത്രപ്പഴം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഞാനിപ്പോൾ. നല്ല പഴുത്ത പഴമാണ്. ഇനി നമുക്കിതുപോലെ ഒരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിതറിയിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വൈകുന്നേരത്തെ ഒരു ചായക്കടിയും അതുപോലെ രാവിലത്തേക്കുള്ളൊരു കടിയുമാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് വിതറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരേ വലുപ്പത്തിൽ നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം, അതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ വട്ടത്തിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ പാത്രം മാറ്റിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ ബൗളിൽ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇളക്കി മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് പാല്, 1 ഗ്ലാസ് പാല്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ പാൽ അളന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ മൈദപ്പൊടി ഇടുന്നുണ്ട്. ആ മൈദപ്പൊടിയും കൂടി അളക്കാം. 1 ഗ്ലാസ് പാലിലേക്ക് 1.25 ഗ്ലാസ് മൈദപ്പൊടി വേണം. ഇത് എല്ലതും കൂടി കട്ടയില്ലാത്ത തരത്തിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. കട്ടകളൊക്കെ ഉള്ളതൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആണ് ചേർത്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 സ്പൂണ് ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്, ലൂസിൽ. ഇനിയിപ്പോൾ നമുക്ക് ആ പഴത്തിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്ത മൊത്തത്തിലുള്ളത് ആ പഴത്തിൻ്റെ മുകളിലേക്ക് വരുന്ന തരത്തിൽ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കൊന്നത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒരു 20 മിനിറ്റ് നമുക്ക് വേവിക്കാനുണ്ട്. അതിനായിട്ട് അടിയിൽ വേറൊരു പാത്രം, പഴയ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലാണ് ഈ ഒരു പാത്രം വെച്ചിട്ട് വേവിക്കുന്നത്. പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പഞ്ചസാരയൊക്കെ ഇട്ടത് കാരണം. അതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മേൽഭാഗത്ത് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വേറൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഇതിലേക്കോ മാറ്റി വെക്കാം. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് നന്നായിട്ട് അതൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ ഒരു പാനിലേക്ക് തന്നെ നെയ്യ് തടവിയിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടി 2-3 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ പഴക്കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.